പാഠത്തിന്റെ പേര് ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ. നോക്കൂ, മാറ്റർ എന്ന് പറയുന്ന വാക്ക് വളരെ മുൻപ് നമ്മൾ പ്രയോഗിച്ചു തുടങ്ങിയതാണ് അല്ലേ? കേട്ടിട്ടുള്ളതാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്താണ് മാറ്റർ? അല്ലേ? ദാറ്റ് ഹാവിങ് സ്പേസ് ആൻഡ് മാസ്. നമ്മുടെ ചുറ്റുമുള്ള നമുക്ക് കാണാവുന്ന, തൊടാവുന്ന, ഉപയോഗിക്കാവുന്ന എല്ലാ വസ്തുക്കളെയും വേണമെങ്കിൽ നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. ശരിയല്ലേ പറഞ്ഞത്? അപ്പോ ആ മാറ്റർ അതിലടങ്ങിയിരിക്കുന്നത് എന്ത് എന്നാണ് ഈ പാഠത്തിന്റെ. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും നമ്മളിങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അതെന്താണ്, എന്തുകൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചോദ്യം ഞാൻ മുൻപ് ചോദിച്ചിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ നമ്മുടെ ശരീരം എന്തുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും. നിങ്ങളുടെ ശരീരം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സെൽസ്. വെരി ഗുഡ്. സെല്ലുകൾ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? സെല്ലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തെ ജീവൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏറ്റവും ചെറിയ കണിക എന്ന് പറയാം. ജീവൽ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അത് സെല്ലുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ശ്വസിക്കുന്നു, അത് സെല്ലുകളിലേക്ക് എത്തുന്നുണ്ട്. അതേപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അടിസ്ഥാനപരമായിട്ട് അത് സെല്ലുകളിലേക്ക് അത് എത്തുന്നു എന്നാ പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോ അങ്ങനെയുള്ള ഈ സെല്ലുകളെ പോലെ ഓരോ വസ്തുക്കളെയും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സെല്ലുകളെ പോലെ ഓരോ വസ്തുക്കളെയും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ജീവനുള്ളതാണ്. ജന്തുക്കളുടെ ശരീരം ജീവനുള്ളതാണ്. ആനിമൽസ് അല്ല ഞാൻ പറയണത്, ആനിമൽസ് അല്ലാത്ത നമ്മുടെ ചുറ്റും കാണുന്ന സാധനങ്ങൾ. മരം ആണെന്ന് വെച്ചാൽ മരം ജീവനുള്ള വസ്തുക്കളിൽ പെടുന്നു. മരത്തിന്റെ സാധനം ഉണ്ടാക്കിയുള്ളതും എന്തുകൊണ്ട് തന്നെയാ? സെല്ലുകൾ കൊണ്ട് തന്നെയാണെന്നാ പറയണത്. ഓരോരുത്തരായി പറയൂ. ഏതം പറയൂ. അങ്ങനെയല്ല, ഞാൻ പറയാം. മരത്തിന്റെ ടീപ്പോയി ഉണ്ടാക്കിയിരിക്കുന്നത് മരത്തിന്റെ സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കെമിസ്ട്രി അല്ല പറയണത്, നമ്മൾ ഫിസിക്സാ പറയണം. അവിടെ ഉപയോഗിക്കുന്ന മരത്തിന്റെ കാല് അല്ലെ, അങ്ങനെയല്ല നീ ഉദ്ദേശിക്കുന്നത്. മരത്തിന്റെ ആണി, അതുപോലെ മരത്തിന്റെ ബീഡിങ്, ഇങ്ങനെല്ലാം മരത്തിൻ്റെതായിട്ടുള്ള സാധനങ്ങൾ ഒന്നിനോടൊന്ന് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നു. അതല്ലേ നീ പറയണത്? അങ്ങനെയല്ല. ഞാൻ വേറൊരു തരത്തിൽ പറയാം. ഒരു മരത്തിന്റെ കഷ്ണം എടുത്തു, അതിനെ വീണ്ടും മുറിച്ചു, അതിനെ വീണ്ടും മുറിച്ചു, അതിനെ വീണ്ടും മുറിച്ചു, അങ്ങനെ അതിനെ മുറിച്ച് 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 അവസാനം നമുക്ക് എന്താണ് കിട്ടുക? അതായത് എന്തുകൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കിയത്? മരത്തിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണെന്ന് പറഞ്ഞു. ഇനി ഒരു പടിയും കൂടിയും പറയാം. ഈ സെല്ലുകൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു? എന്തുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നു പറയൂ. ചെറിയ ചെറിയ സെൽസ് ഉണ്ടാവും. സെല്ലിന്റെ ഉള്ളില് വീണ്ടും സെൽസ് എന്ന് പറഞ്ഞപ്പോ സെല്ലെന്തായി? സെല്ലെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതാന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഉള്ളില് ഏറ്റവും ചെറുത്, അതിന്റെ പേര് സെൽ എന്നിട്ടാ ശരിയാവില്ലല്ലോ. മിനി സെൽസ. ഈ ആള് കൊള്ളാം. എന്തായാലും ആവട്ടെ, അങ്ങനെയല്ല.
ഞാനിവിടെ മരത്തിന്റെ കാര്യം വിടാം, നമുക്ക് വേറൊരു വസ്തു എടുക്കാം. ഒരു പഞ്ചസാര തരി എടുത്തു. പഞ്ചസാര തരി ഇതാ ഞാൻ ഇവിടെ വരയ്ക്കുന്നു, കാണാല്ലേ നിങ്ങക്ക്? പഞ്ചസാര തരി ഏകദേശം ഇതുപോലെയാണ്, ഒരു ചതുരക്കട്ട പോലെയല്ലേ? ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങള്? ഈ പഞ്ചസാര തരീനെ നമ്മളിങ്ങനെ മുറിച്ചു. എന്നിട്ട് മുറിച്ചപ്പോ 2 കഷ്ണം കിട്ടി, ഇതുപോലത്തെ 2 കഷ്ണം കിട്ടി, ശരിയല്ലേ? അപ്പൊ അതില് ഒരു കഷ്ണം ഉള്ളു ഇവിടെ, മറ്റേ കഷ്ണം എന്ത് ചെയ്തു? മറ്റേ കഷ്ണം നമ്മൾ തിന്നപ്പോ എന്താ രസം? അതിന്റെ ടേസ്റ്റ് എന്താ? മധുരം. അപ്പൊ വീണ്ടും ഇതിനെ നമ്മൾ മുറിച്ചു. കണ്ടാ? ഇതാ ആ മുറിച്ച കഷ്ണം, ആ കഷ്ണത്തിൽ ഒരെണ്ണാണിത്. ഇത് കണ്ടാ? മറ്റേ കഷ്ണം എവിടെ പോയി? ആണോ? നോക്കാം നമുക്ക്. ഞാൻ ഇവിടെ മുറിച്ചോണ്ടിരിക്കല്ലേ. അല്ല, മധുരത്തിന്റെ ക്വാണ്ടിറ്റി കുറയോ മധുരത്തിന്റെ ആ കടുപ്പം കുറയോ എന്നുള്ളത് വിഷയമല്ല. മധുരാണോ? അതെ. അപ്പൊ ഇതാ വീണ്ടും നമ്മൾ മുറിച്ചു. ഒരു കഷ്ണമുള്ളൂ ഇവിടെ, മറ്റേ കഷ്ണം എന്ത് ചെയ്തു? തിന്നു. അപ്പൊ അതിന്റെ ടേസ്റ്റ് എന്താ? മധുരം. വീണ്ടും അതിനെ മുറിച്ചു. നമ്മള് പഞ്ചസാരത്തൊരിയൊക്കെ മുറിക്കണം. നമ്മള് കെമിസ്ട്രിയല്ലേ പഠിക്കുന്നത്. അതില് വളരെ സൂക്ഷ്മമായിട്ടുള്ള അല്ലെ, മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ച് നമ്മൾ ഇതൊക്കെ മുറിക്കും. അങ്ങനെ മുറിച്ചൊരു കഷ്ണം മറ്റേ കഴിച്ചുട്ടാ. അപ്പൊ അതിന്റെ ടേസ്റ്റ് എന്താ? പിന്നത്തേത് നമ്മള് മുറിച്ചപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? മുറിച്ചപ്പോ അത് 3 സാധനങ്ങളായിട്ട് മാറി. ഒരു 2 കഷ്ണത്തെ സാധാരണ കിട്ടാറ്, പക്ഷേ ഇത് 3 സാധനങ്ങളായിട്ട് മാറി. ഈ 3 സാധനങ്ങളും നിങ്ങൾ കഴിച്ചു നോക്കി, അതിന്റെ ടേസ്റ്റ് എന്താണ് എന്ന് പറയാൻ പറ്റൂ? അപ്പൊ നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടില്ല. നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടില്ല. കയ്പാ? പഞ്ചസാര മുറിച്ചിട്ട് കയ്പാ? എന്തുട്ടാ പറയുന്നത്? മധുരല്ലാന്നേ, കയ്പല്ല. അതായത് ഈ 3 സാധനത്തിനും പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ല. കാരണം ഈ 3 സാധനം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ അറിയും, കേട്ടിട്ടുണ്ടാവും. ഒന്നാമത്തെ സാധനത്തിന്റെ പേര് കാർബൺ, രണ്ടാമത്തെ സാധനത്തിന്റെ പേര് ഹൈഡ്രജൻ, മൂന്നാമത്തെ സാധനത്തിന്റെ പേര് ഓക്സിജൻ. കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടാ? ഇത് തിന്നു നോക്കിണ്ടാ? അതാണ് നിങ്ങൾ പറഞ്ഞത്. തിന്നു നോക്കിയ ആൾക്കാർ പറഞ്ഞത് ഇതിന് ടേസ്റ്റ് ഇല്ലാന്നാ. കാർബൺ എന്ന് പറഞ്ഞാൽ, വേണമെങ്കിൽ നമുക്കൊരു ഉദാഹരണം പറയാം. നമ്മുടെ അടുപ്പിലുണ്ടാകുന്ന കരിയില്ലേ, അതാണ് കാർബൺ. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും വായുവിലുണ്ട്, അല്ലെ? നമ്മൾ പറഞ്ഞു അതന്നെ. ഓക്സിജനോ? അതന്നെ. പക്ഷെ ഇതിന്റെ ഒന്നും ടേസ്റ്റ് നമുക്കറിയില്ലല്ലോ. അപ്പോ ഈ 3 സാധനങ്ങൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ പഞ്ചസാര എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. കേൾക്കണ്ട? ഏതൊക്കെ 3 സാധനങ്ങൾ കൊണ്ടാണ്? ഏതൊക്കെയാ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഏതൊക്കെയാ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. എന്താ ഒന്നുകൂടി പറഞ്ഞേ? എലമെന്റ്സ് എന്നാണ് നമ്മൾ ഇതിനെ പറയാം. ഈ 3 എണ്ണത്തിനെയും നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരെന്താ? എലമെന്റ്സ്. അപ്പോ ഏതൊക്കെയാ ഇവിടുത്തെ എലമെന്റ്സ്? ഈ എലമെന്റ്സ് ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? കോമ്പൗണ്ട് എന്നാണ് അതിനെ പറയാ. എന്താ അതിന് പറയാ? കോമ്പൗണ്ട്. അപ്പോ
എന്താണ് കോമ്പൗണ്ട്, എന്താണ് എലമെന്റ് ഒന്ന് പറഞ്ഞു തന്നെ എനിക്ക്. ആ ആ ആ അതന്നെ എല്ലാ എലമെന്റും കൂടിയ സാധനമാണ്. അതിനെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട്. അപ്പൊ എലമെന്റ്സ് എന്ന് വെച്ചാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന് മാത്രം പറഞ്ഞാൽ തെറ്റാണ്. നമ്മൾ പറഞ്ഞത് പഞ്ചസാര എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന എലമെന്റ്സ് ആണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഓക്കെ, ആ അത് ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? പഞ്ചസാര എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന എലമെന്റ് ആണ് എന്ത്? ഏതാ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അപ്പോ എന്തുകൊണ്ട് പഞ്ചസാരനെ കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നു? അതന്നെ, വെരി ഗുഡ്. നിങ്ങളെ ആൾക്കാർ ഭയങ്കരന്മാരനേട്ടാ. ഷോ, ഞാൻ വിചാരിച്ച എനിക്കട്ടെ അപ്പുറത്തേക്ക് പോയി. സാധാരണ ഇതൊക്കെ ഞാനാ പറഞ്ഞു കൊടുക്കാറ്, ഇതിപ്പോ എനിക്ക് പറഞ്ഞു കൊടുത്തു തുടങ്ങി. നോക്ക്, ഇതെല്ലാം ചേർന്നത് കൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നു. അപ്പോ ശ്രദ്ധിക്കുക, നമ്മുടെ വെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഇതാണ് സാധനം. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണ് വെള്ളം. അപ്പോ വെള്ളം എന്താകുന്നു? കോമ്പൗണ്ട് ആകും. അതായത് വെള്ളത്തിനെ മുറിച്ചാൽ അവസാനം ഹൈഡ്രജനും ഓക്സിജനും കിട്ടും. എന്നാൽ നിങ്ങൾ ചെമ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ചെമ്പ്. ഈ ചെമ്പിനെ നമ്മൾ മുറിച്ചാൽ, വീണ്ടും മുറിച്ചാൽ, വീണ്ടും മുറിച്ചാൽ, വീണ്ടും മുറിച്ചാൽ, അങ്ങനെ മുറിച്ച് ഏറ്റവും അവസാനം നമുക്ക് ഇതേപോലത്തെ രൂപത്തിലേക്ക് എത്തുമ്പോൾ, ഇതുപോലെ ചെറുതാവുമ്പോ അത് ഒരു സാധനം മാത്രം അവിടെ ഉണ്ടാവുള്ളൂ. എന്താണ് ആ സാധനം? എന്താണ് അതിന്റെ പേര്? അതിന്റെ പേര് നമ്മളിതാ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതുക, CU എന്ന് പറഞ്ഞാൽ കുപ്രിയം എന്നാണ് അതിന്റെ പേര്. ഇംഗ്ലീഷില് കുപ്രിയം എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡാണ്. അതിന്റെ ഇംഗ്ലീഷിലുള്ള പേര് കോപ്പർ എന്നാണ്. മലയാളത്തിൽ അപ്പൊ അതിന്റെ പേരെന്താണെന്ന് പറയാൻ പറ്റൂ? ചെമ്പ്. അതന്നെ. അപ്പൊ ചെമ്പ് എത്ര മുറിച്ചാലും ഏറ്റവും അവസാനം എന്തെന്നെ നമുക്ക് കിട്ടും? ചെമ്പന്. അപ്പോ ചെമ്പന് കിട്ടും. അപ്പോ ഇവിടെ ചെമ്പ് എന്ന് പറയുന്നതിന് മുറിച്ച് ഏറ്റവും ചെറുതാക്കിയാൽ അതിന്റെ എലമെന്റ് എന്താ? കോപ്പർ തന്നെ. അതേസമയം അതിന്റെ കോമ്പൗണ്ട് എന്താ? അപ്പോ ചെമ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കോമ്പൗണ്ട് ആണോ? അല്ല. മനസ്സിലായില്ലേ? അപ്പൊ പഞ്ചസാര ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ ചെമ്പ് എന്ന് പറയുന്നത് എന്തല്ല? ശരിക്ക് കോമ്പൗണ്ട് അല്ല. അപ്പൊ എന്താണ് കോമ്പൗണ്ടും എലമെന്റും തമ്മിലുള്ള വ്യത്യാസം? ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റുമോ? അതെ, കോമ്പൗണ്ട്. വെരി ഗുഡ്. അതന്നെ, ഡിഫറന്റ് എലമെന്റ് ചേർന്നതാണ് കോമ്പൗണ്ട്. ഒരേ എലമെന്റ് ചേർന്നാൽ യഥാർത്ഥത്തിൽ അത് കോമ്പൗണ്ട് അല്ല. പക്ഷെ നമ്മള് എന്താ പറയാ, അതിനെയും നമ്മളൊരു വസ്തു, മാറ്റർ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടും. അതായത് മാറ്റർ എന്ന് പറയുന്നത് ഇതുപോലെ കോമ്പൗണ്ടും ഉണ്ടാവാം, എലമെന്റും ഉണ്ടാവാം. നമ്മൾ കാണുന്ന വസ്തുക്കളില് ഡിഫറന്റ് ആയിട്ടുള്ള എലമെന്റുകൾ ചേർന്നിട്ടുള്ള വസ്തുക്കളുണ്ട്. അപ്പൊ അത് പ്രത്യേകം നമ്മൾ പറയും കോമ്പൗണ്ട്. എന്നാൽ ഒരേ തരം എലമെന്റ് ചേർന്നാൽ നമ്മൾ അതിനെ എലമെന്റ് എന്ന് തന്നെയാണ് വിളിക്കുക. അതായത് നമ്മൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വസ്തുക്കളെ നമ്മൾ സാധാരണ പറയും മിനറൽസ് എന്ന് പറയും. കിട്ടണ്ട? മിനറൽ വാട്ടർ എന്നൊക്കെ കിട്ടില്ലേ? ധാതു. അപ്പോ അതില് ഒരേ തരം ഇതുപോലുള്ള സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയണത്. ഒരേപോലത്തെ. അപ്പൊ അത് ഒരേപോലത്തെ സാധനങ്ങൾ. അപ്പൊ ഇരുമ്പ് ഒരു മിനറലാണ്, ഇതൊരു ധാതുവാണ്. ഇരുമ്പ് പറയില്ലേ? ഇരുമ്പ് ഒരേ ഒരു സാധനം വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ് ഇരുമ്പ്. പിന്നെ ഇരുമ്പിനും
പിന്നെ എന്താണ്, അതേപോലെ വെള്ളി, ഇതേപോലെ ഒരേ തരം എന്താ എലമെന്റ് ചേർന്നതാണ് വെള്ളി. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ വെള്ളിയും ചെമ്പും ഒക്കെ നമ്മൾ ചിലപ്പോൾ മിക്സ് ചെയ്യാറുണ്ട്. മനസ്സിലായി? ഇപ്പൊ സ്വർണം, ആഭരണം ഉണ്ടാക്കാനായിട്ട് സ്വർണം ഉണ്ടാക്കുന്ന ആൾക്കാർ സ്വർണം ഉപയോഗിക്കുന്ന സമയത്ത് ആ സ്വർണത്തിൽ സ്വല്പം എന്ത് ചേർക്കും? കോപ്പർ ചേർക്കും. അപ്പൊ അത് ശരിക്കും എന്താണ്? അത് കോമ്പൗണ്ട് ആണോ എലമെന്റ് ആണോ? സ്വർണം, ആഭരണ സ്വർണം കോമ്പൗണ്ട് ആണ് ശരിക്കും, അല്ലെ? ശരിക്കും പറഞ്ഞ കോമ്പൗണ്ട് ആണ്. ഞാൻ ഇത്രയും പറഞ്ഞ എന്താ വെച്ചാൽ എന്താണ് കോമ്പൗണ്ട്, എന്താണ് എലമെന്റ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പോ നമുക്കിവിടെ ആ കോമ്പൗണ്ടും എലമെന്റും ഒക്കെ യഥാർത്ഥത്തിൽ ഒരേ കാര്യം തന്നെ നമ്മുടെ ചുറ്റും കാണുന്നതാണ്. പക്ഷേ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഒരേ ടൈപ്പ് വ്യത്യസ്തമായ എലമെന്റുകൾ ചേർന്നതാണ്. എന്നാൽ എലമെന്റ് എന്ന് പറയുമ്പോൾ ഒരേ ടൈപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോ ഈ എലമെന്റുകള് നമ്മുടെ ചുറ്റും ഇഷ്ടംപോലെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. കോമ്പൗണ്ടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കൂ, അപ്പോ ഈ കോമ്പൗണ്ടുകളെയും എലമെന്റുകളെയും നമ്മൾ ഒന്നും കൂടി ഒന്ന് വിശദീകരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ഒന്നും കൂടി വിശദീകരിക്കുകയാണ്. ഓക്കെ, നോക്കാം. നമ്മുടെ പാഠം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞു കേട്ടാ. ഇതിപ്പൊ കഴിയും. നമുക്ക് ആദ്യത്തെ ഒരു ഭാഗത്തേക്ക് കടക്കാം. എന്നിട്ട് ഇതും കൂടി പറഞ്ഞിട്ട് കേട്ടാ. നോക്കൂ, അതുകൊണ്ട് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരു ബേസ് കിട്ടും. നോക്കാട്ടാ, ഇവിടെ പഞ്ചസാര തരീനെ ഞാൻ മുറിച്ചിട്ട് ഒരു കഷ്ണം നിങ്ങൾ കഴിച്ചു, മറ്റേ കഷ്ണം വീണ്ടും മുറിച്ചു, വീണ്ടും നിങ്ങൾ കഴിച്ചു, മറ്റേ കഷ്ണം മുറിച്ചു. അങ്ങനെ നിങ്ങൾ കഴിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആ പഞ്ചസാരയുടെ, അല്ലേ, എന്താ പഞ്ചസാര കഴിക്കുമ്പോ എന്ത് ടേസ്റ്റ് ഉണ്ടാവുക? മധുരം. അപ്പൊ ആദ്യം മുറിച്ചിട്ട് ഒരു പീസ് നിങ്ങൾ കഴിച്ചപ്പോൾ നിങ്ങൾക്ക് മധുരിച്ചു. വീണ്ടും മുറിച്ചിട്ട് ഒരു പീസ് കഴിച്ചപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്തു? മധുരിച്ചു. അങ്ങനെ മുറിച്ച് ഓരോ കഷ്ണവും കഴിച്ചപ്പോ നിങ്ങൾക്ക് മധുരിച്ചില്ലേ? എന്നാൽ അവസാനം ഒരു മുറി മുറിച്ചപ്പോൾ പിന്നെ കഴിച്ചത് മധുരിച്ചോ? അതാണ്. അപ്പോ മധുരിക്കുന്നത് വരെ മുറിച്ചു. മധുരിക്കുന്നത് വരെ മുറിച്ചു. ഏതാ? ഇതാണ് ആ കഷ്ണം, അല്ലേ? ഇതല്ലേ മധുരിക്കുന്നത് വരെ മുറിച്ചപ്പോ കിട്ടിയ കഷ്ണം, അല്ലേ? ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് മോളിക്യൂൾ എന്നാണ് പറയുന്നത്. മധുരിക്കുന്നത് വരെ മുറിച്ച, ഇതാണ് ആ കഷ്ണം. ഇതിനെ വിളിക്കുന്നത്, അതായത് ഈ കോമ്പൗണ്ട് എന്ന് പറഞ്ഞില്ലേ നമ്മള്, ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നതിനെ, ഈ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്യൂൾസ്. എന്നാൽ ആ കോമ്പൗണ്ടിനെ മുറിച്ചപ്പോ മധുരമില്ലാത്ത 3 സാധനങ്ങൾ കിട്ടി. ഏതൊക്കെയാ മധുരമില്ലാത്ത 3 സാധനങ്ങൾ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആറ്റംസ്. എന്താണ് വിളിക്കുന്ന പേര്? ആറ്റംസ്. അപ്പോ ഇവിടെ ഒരു പുതിയ 2 വാക്കുകൾ കൂടി നമ്മൾ പഠിക്കുകയാണ്. ആറ്റംസും മോളിക്യൂൾസും. ആറ്റങ്ങളും മോളിക്യൂളുകളും. എന്താണ് ആറ്റങ്ങളും മോളിക്യൂളുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാൻ പറ്റുമോ? എലമെന്റ്സ് ആണ്. കോമ്പൗണ്ട്, അതായത് എലമെന്റ്സ് കൂടി ചേർന്നിട്ടാണ് കോമ്പൗണ്ട് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു. അതേപോലെ ആറ്റംസ് കൂടി ചേർന്നാൽ എന്തുണ്ടാകും എന്ന് പറയും? മോളിക്യൂൾ. കോമ്പൗണ്ട് എന്നല്ല പറയേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ആറ്റംസ് കൂടി ചേർന്നാൽ എന്തുണ്ടാകും? മോളിക്യൂൾ. അപ്പൊ എന്താ അങ്ങനെ പറയണത്? മോളിക്യൂൾസിനെയും ആറ്റത്തിനെയും വേർതിരിക്കുന്ന ഒരു മുറി മുറിക്കുമ്പോഴാണ് മോളിക്യൂളും ആറ്റംസും വേർപിരിയണത്. അതായത് ഈ പഞ്ചസാര തരി എടുക്കുന്ന സമയത്ത് അതിന് മുഴുവനും മോളിക്യൂൾസാണ്. ആ മോളിക്യൂൾസ് മുറിച്ച് അവസാനം മോളിക്യൂൾസ് ഒരു സ്റ്റേജിലെത്തിയാൽ മുറിച്ചാൽ പിന്നെ മോളിക്യൂൾസ് ഇല്ല. പിന്നെ അതിൽ എന്ത് മാത്രമുള്ളൂ? ഇത് മുറിച്ചപ്പോൾ ശ്രദ്ധിക്കൂ, ഞാൻ ഒന്നുകൂടി വ്യക്താക്കാട്ടെ. എലമെന്റുകൾ കൂടി ചേർന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഈ പറഞ്ഞ ഈ കോമ്പൗണ്ട് ഉണ്ടായി. അത് വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ആറ്റംസ് കൂടി ചേർന്ന് എന്തുണ്ടായി? മോളിക്യൂൾ ഉണ്ടായി.
മോളിക്യൂളുകൾ ചേർന്നിട്ടാണ് നമ്മുടെ പഞ്ചസാരത്തരി എന്ന് പറയുന്ന സാധനം ഉണ്ടായത്. ശരിയല്ലേ? അപ്പോ മോളിക്യൂളും ആറ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പഞ്ചസാരത്തരി ആക്കുന്നത് മോളിക്യൂൾസ് ആണ്. ആ മോളിക്യൂൾസിന് പഞ്ചസാരയുടെ എല്ലാ പ്രത്യേകതകളും ഉണ്ടായിരിക്കും. അതായത് മോളിക്യൂൾസ് കഴിച്ചാൽ അതിനെന്തുണ്ടാവും? മധുരം. എന്നാൽ അതേ മോളിക്യൂൾസിന്റെ ആറ്റംസ് കഴിച്ചാൽ എന്തുണ്ടാവില്ല? ഒരു മധുരം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ ഒരു പദാർത്ഥത്തിന്റെ മോളിക്യൂൾസിന് ആ പദാർത്ഥത്തിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. എന്നാൽ ആ മോളിക്യൂൾസ് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആറ്റത്തിന് പദാർത്ഥത്തിന്റെ ഒരു ഫീച്ചേഴ്സും ഉണ്ടാവണമെന്നില്ല. ഒന്നുകൂടി ക്ലിയർ ആക്കടാ. ക്ലിയർ ആക്കൂ ഞാൻ, നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞത്. നോക്ക്, ഇതാ പഞ്ചസാരയുടെ മോളിക്യൂൾ എടുത്തപ്പോൾ അതിലൊരു മോളിക്യൂളാണ് ഹൈഡ്രജൻ, അല്ലേ? അതിലൊരു എലമെന്റ് അഥവാ ആറ്റമാണ് ഹൈഡ്രജൻ. അതേ ഹൈഡ്രജൻ തന്നെയാണ് വെള്ളത്തിന്റെ മോളിക്യൂൾസിലും അടങ്ങിയിട്ടുള്ളത്, അല്ലേ? അപ്പോ ഇവിടെ ഹൈഡ്രജനുണ്ട്, ഓക്സിജനുണ്ട്. ഇവിടെയുണ്ട് ഹൈഡ്രജനും ഓക്സിജനും. പക്ഷെ ഇവിടെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും കൂടെ കാർബണും കൂടി ഉണ്ട്. അതും കൂടി ചേർന്ന്, ഇത് മൂന്നും ചേർന്നപ്പോൾ പഞ്ചസാരയായി. പക്ഷെ ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും മാത്രമേ ഉള്ളൂ. പക്ഷെ അത് രണ്ടും ചേർന്നപ്പോൾ ഉണ്ടായത് എന്താ? വെള്ളം. അപ്പൊ വെള്ളവും പഞ്ചസാരയും ഒരേ സാധനമാണോ? പക്ഷെ അതിലെ ആറ്റങ്ങൾ ഏതാണ്ട് ഒരുപോലത്തെ അല്ലേ? ഒരെണ്ണം മാത്രമല്ലേ കുറവുള്ളൂ. അതാണ് പ്രത്യേകത. അപ്പൊ ആറ്റങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കളിലും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന സാധനങ്ങളാണ്. അതിന് പ്രത്യേകിച്ച് പ്രത്യേകതകളില്ല. വസ്തുവിന്റെ പ്രത്യേകതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അത് ഒരു പ്രത്യേക തരത്തിൽ കൂടിച്ചേരുമ്പോൾ അതിന് ചില പ്രത്യേകതകൾ ഉണ്ടാകുന്നു. മനസ്സിലായോ? അതായത് വെള്ളം എന്ന് പറയുന്നതിൽ അടങ്ങിയിട്ടുള്ളത് ഹൈഡ്രജനും ഓക്സിജനും മാത്രമാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. അതേ ഹൈഡ്രജനും ഓക്സിജനും പഞ്ചസാരയിലുണ്ട്. പക്ഷേ വെള്ളത്തിന്റെ ഹൈഡ്രജനും ഓക്സിജനും പോലെയല്ല പഞ്ചസാരയിലെ ഹൈഡ്രജനും ഓക്സിജനും. ഇതാണ് മാഷ് പറഞ്ഞു വരണം. ക്ലിയർ ആയോ? ഇതാണ് കെമിസ്ട്രി. ഇതാണ് കെമിസ്ട്രിയുടെ പ്രത്യേകത. അതായത് എലമെന്റുകൾ ഒരു പ്രത്യേക അളവിൽ അനുപാതത്തിലൊക്കെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ള ഈ വസ്തുക്കളെല്ലാം ഉണ്ടാകുന്നത്. എലമെന്റുകൾ ഒരു പ്രത്യേക അളവിലും അനുപാതത്തിലും കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ള ഈ മാറ്റർ എന്ന് പറയുന്ന സാധനം നമ്മൾ കാണുന്നത്. കേൾക്കണ്ട? അപ്പൊ ആ മാറ്റർ എന്ന് പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ച് അതിനെന്തുണ്ടാവാം? അതായത് കാലഘട്ടത്തിനനുസരിച്ച് അളവുകൾക്കനുസരിച്ച്, അതുപോലെ അവയിൽ ചേർക്കുന്ന എന്താ പറയാ എലമെന്റുകൾക്ക് അനുസരിച്ച് അതിനെന്തുണ്ടാവാം? മാറ്റമുണ്ടാകാം. അളവുകൾക്കനുസരിച്ച് മാറ്റമുണ്ടാകാം. അതുപോലെ അളവുകൾക്കനുസരിച്ച് മാറ്റമുണ്ടാകാം. പക്ഷെ എല്ലാത്തിലും ഒരേ എലമെന്റ്സ് അല്ല ചേർക്കുന്നത്. എലമെന്റുകൾ മാറുന്നതിനനുസരിച്ചും മാറ്റമുണ്ടാകാം. മനസ്സിലായി വിചാരിക്കണം? അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് കിടക്കാം കേട്ടോ. Basic constituent of matter. The earth in which we live is rich in diverse substances. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ വ്യത്യസ്തമായ വസ്തുക്കൾ ഉണ്ട് എന്നാ പറഞ്ഞത്, ഇല്ലേ? ഒരുപാട് വ്യത്യസ്തമായ വസ്തുക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്നാൽ നിങ്ങൾ കാണാത്ത എത്രയോ വസ്തുക്കൾ ഇനിയും ഭൂമിയിലുണ്ട് കേട്ടാ. Most of these substances which occur in different physical states are mixtures and few others are pure. നമ്മൾ ഈ മിക്സ്ചേഴ്സും പ്യുവർ സബ്സ്റ്റൻസും മുന്നേ പഠിച്ചിട്ടുള്ളതാ. എന്താ മിക്സ്ചേഴ്സ്? ഡിഫറന്റ്
സബ്സ്റ്റാൻസസ് മിക്സ് ആയാൽ അത് മിക്സ്ചർ. എന്നാൽ ഒരേ ടൈപ്പ് സാധനം ചേർന്നാൽ എന്തായി? പ്യുവർ സബ്സ്റ്റൻസ്. അപ്പൊ ക്ലാസിഫൈ സബ്സ്റ്റാൻസ് ഫെമിലിയർ ടു യു ഇൻ ടു മിക്സ്ചർ ആൻഡ് പ്യുവർ സബ്സ്റ്റാൻസ്. ഇതറിയാലോ, നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലോ. വെള്ളം മാത്രം എടുത്താൽ അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. എന്നാൽ വെള്ളത്തിൽ പഞ്ചസാര കലക്കിയാൽ അതെന്തായി? മിക്സ്ചർ. കുറച്ച് ചെറുനാരങ്ങയും കൂടി ഒഴിച്ചാൽ ഒന്നുകൂടി മിക്സ്ചറായി അല്ലേ? നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മിക്സ്ചർ, തിന്നാൻ മേടിക്കുന്ന മിക്സ്ചർ, അതിനെ നമ്മൾ എന്താ വിളിക്കുക? എന്താ മിക്സ്ചർ എന്ന് വിളിക്കാനുള്ള കാരണം? അതില് കപ്പലണ്ടി തൊട്ട് പൊട്ടുകടല എല്ലാ സാധനവും ഉണ്ട്. പരിപ്പ് അതൊക്കെ ഉണ്ട്. ഡു യു സീ സച്ച് സബ്സ്റ്റാൻസ് ഇൻ എന്താണ് എബവ് പിക്ചർ? ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ സാധനങ്ങൾ കണ്ട. പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ, അത് മിക്സ്ചർ ആണോ അതോ പ്യുവർ സബ്സ്റ്റാൻസ് ആണോ? ആണോ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെള്ളത്തിൽ കലക്കിയത് എന്നർത്ഥം. അപ്പൊ എന്താ അത്? മിക്സ്ചർ. സോൾട്ട് സൊല്യൂഷൻ എന്തുട്ടാ? ഷുഗർ സൊല്യൂഷൻ എന്തുട്ടാ? വാട്ടർ എന്തുട്ടാ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്തുട്ടാ? മിക്സ്ചർ. സൾഫർ സൾഫർ മാത്രം ഒരു പാത്രത്തിൽ വെച്ചെടുക്ക. എന്താ അത്? അയണോർ, ഇരുമ്പിന്റെ കട്ട, അതായത് മണ്ണിൽ നിന്ന് കിട്ടുന്നത്. എന്താ? കാർബൺ എന്ന് പറഞ്ഞാൽ കാർബൺ കരി. നിങ്ങളുടെ വീട്ടിലെ വിറക് കത്തിയിട്ട് കിട്ടുന്ന സാധനം. അതെന്തുട്ടാ? കോപ്പർ, ചെമ്പിന്റെ കട്ട ഒരെണ്ണം കണ്ട. അതെന്താ? ഓക്കെ. അപ്പൊ അതറിയാം. ഇനി ഹൗ ആർ ദീ സബ്സ്റ്റാൻസസ് പ്രൊഡ്യൂസ്ഡ്? ഇതൊക്കെ നമുക്ക് അറിയണതാ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്ന സാധനം നമ്മള് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ വയലറ്റ് കളറിലാവും ഈ വെള്ളം. അപ്പൊ നമ്മൾ പറയാം അതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ സൊല്യൂഷൻ. കിണറ്റിലൊക്കെ ഇടാനായിട്ട് മേടിക്കാറുണ്ട് ഇല്ലേ? വീട്ടിൽ മേടിക്കാറുണ്ടോ? ഇനി ബ്രേക്ക് എ പീസ് ഓഫ് ഷുഗർ കാൻഡി. Break the pieces thus obtained again into smaller pieces. Have you ever thought how small the particles can be made into by breaking it? അല്ലെ, ഒരു ഷുഗർ കാൻഡിയുടെ പീസ് എടുത്ത് നമ്മൾ മുറിച്ചു, വീണ്ടും അതിനെ നമ്മൾ മുറിച്ചു. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് പഞ്ചസാര കട്ട, അതിനെ മുറിച്ച് ഇപ്പൊ നമ്മൾ ചെയ്തു. ഷുഗർ കാൻഡി, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഗോൾഡ്, സിൽവർ ആർ പ്യുവർ സബ്സ്റ്റൻസസ്. അപ്പോ പഞ്ചസാര മാത്രം എടുക്കുമ്പോ അത് പ്യുവർ സബ്സ്റ്റൻസാ. ഗോൾഡ് എന്ന് പറയുന്നത് മാത്രം എടുക്കുമ്പോ പ്യുവർ സബ്സ്റ്റൻസാ. സിൽവർ എടുക്കുമ്പോ പ്യുവർ സബ്സ്റ്റൻസാ. യു നോ ദാറ്റ് ദ പാർട്ടിക്കിൾസ് ഇൻ ഷുഗർ കാൻഡി ആൻഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ cannot be seen as they are extremely small. അതായത് അതിനെ നമ്മൾ മുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹൈഡ്രജനും ഓക്സിജനും കാർബണും ആക്കി മാറ്റുന്നത് വരെ നമ്മളിങ്ങനെ മുറിച്ചോണ്ടിരിക്കുക. അത് ആവാറാവുമ്പോൾ പിന്നെ നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയാൽ നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. പറ്റുമോ? നേരത്തെ ഇവിടെ ആരോ ചോദിച്ചു, വേദന തോന്നുന്നുണ്ട്, അത്രയൊക്കെ മുറിക്കാൻ പറ്റുമെന്ന്. നമുക്ക് അങ്ങനെ വെറും കണ്ണില് നമുക്ക് അത് മുറിക്കാൻ പറ്റില്ല. മുറിക്കണമെങ്കിൽ മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ച് നമ്മൾ മുറിക്കണം. Now let's carry out an experiment. പിന്നെ അത് മുറിക്കാന്നല്ല, നമ്മുടെ സെല്ലിനെ മുറിക്കുന്ന പരിപാടി വരണ്ട. നമ്മുടെ സെല്ലില്ലേ, സെല്ലിനെ മുറിച്ചിട്ട് ആ സെല്ലിന്റെ ഉള്ളില് എന്താണ് എന്നുള്ളത് അറിയുക. അതായത് അത് അറിയാന്ന് പറഞ്ഞാൽ അത് അറിയുന്നതിലൂടെ അയാളുടെ സ്വഭാവം അറിയാൻ പറ്റും. പേദന്റെ ഒരു മുടി കഷ്ണം കിട്ടിയെന്ന് വെച്ചാൽ എവിടുന്നെങ്കിലും അത് വേണമെങ്കിൽ നമുക്ക് മുറിച്ച് പരിശോധിച്ചിട്ട് ഇത് ഏതന്റെ തന്നെയാണോ എന്ന് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാൻ പറ്റും. കേൾക്കണ്ട? ഏതൻ
അപ്പൊ ഈ എന്താണ് നമ്മുടെ മുടി കഷ്ണങ്ങളും നഖം വെട്ടിയിട്ടൊക്കെ ഇടുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. ആരോരും കൊണ്ടുപോയിട്ട് മുറിച്ചു നോക്കിയിട്ട് അത് ഏതെന്റെ ആണോ എന്ന് പരിശോധിക്കുന്നു. പേടിയാവുണ്ടാ കേൾക്കുമ്പോ? പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര പേടിയുള്ള കാര്യം അത്. കാരണം അവര് കുറ്റകൃത്യങ്ങൾ ചെയ്താൽ, എവിടെയെങ്കിലും ഇപ്പോ വല്ല കളവോ കൊലപാതകമോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോലീസ് വന്നിട്ട് ആദ്യം ഇയാളുടെ വല്ല എന്തെങ്കിലും ഒരു സംഭവം അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. വല്ല മുടിയോ അല്ലെങ്കിൽ ഇയാൾ ചിലപ്പോൾ വല്ല പേനോണ്ട് വല്ല ആണിയമൻ എന്തെങ്കിലുമൊക്കെ കൂറൊക്കെ ആണെങ്കിൽ അവിടെ വല്ല ബ്ലഡിന്റെ ഒരു തുണ്ടോ ഒക്കെ കിട്ടിയാൽ മതി. തരി. ഫിംഗർ പ്രിന്റ് അല്ല, ഫിംഗർ പ്രിന്റ് വേറെ. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് എന്ത് ചെയ്യും? അതെടുത്തോണ്ട് പോയിട്ട് ലാബിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് അവരുടെ കയ്യിൽ ഈ കള്ളന്മാരുടെ ലിസ്റ്റ് ഉണ്ടാവും. അത് വെച്ചിട്ട് അവർ ഒത്തുനോക്കും. ഇനിയിപ്പോ വാണ്ടഡ് പുള്ളികളുടെ ലിസ്റ്റ് ഇല്ലാന്ന് വെച്ചോ, അപ്പൊ അവരെന്ത് ചെയ്യും? സംശയമുള്ള ആൾക്കാരുടെ അവര് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കളക്ട് ചെയ്യും. പോലീസുകാർക്ക് സംശയം ഉണ്ടാവും, ഇന്ന ആളാണോ ചെയ്തത്. അപ്പൊ അവരറിയാതെയോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടോ അവരുടെ വന്നിട്ട് കളക്ട് ചെയ്യും. എന്നിട്ട് അതും ഇതും ചെക്ക് ചെയ്യും. അപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ ഒരേപോലെ പിന്നെ നമ്മളെ ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ എന്നാ ചെയ്തത് കേട്ടോ? തെറ്റി കാണിക്കില്ല. ശരി, തെറ്റി കാണിക്കേ ഒരു രക്ഷയില്ല. പേടിക്കണ്ട. അത് ശരിയാണെങ്കിൽ മാത്രമേ ശരി കാണിക്കുള്ളത്. കേട്ടില്ലേ? അപ്പൊ ഷുഗർ കാൻഡി, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഗോൾഡ്, അത് വായിച്ചൂലേ നമ്മള്? നൗ ലെറ്റ്സ് ക്യാരി ഔട്ട് ആൻ എക്സ്പെരിമെന്റ്. ഇതാ ഇനി ഒരു എക്സ്പെരിമെന്റ് ഇവിടെ നടത്തുകയാണ്. ടേക്ക് 1 or 2 pieces of camphor in a china dish. camphor എന്ന് പറഞ്ഞാൽ കർപ്പൂരം എന്ന് പറയും. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഈ കർപ്പൂരത്തിന്റെ പ്രത്യേകത, വെറുതെ തുറന്നു വെച്ചാൽ 2 ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കിയാൽ കാണില്ല ഈ സാധനം, ആവിയായി പോവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുൻപ് കെമിസ്ട്രിയിൽ തന്നെ, ഇതിന്റെ മുന്നത്തെ പാഠത്തില്. സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസായി മാറുന്ന പ്രവർത്തനം. അതന്നെ. വെരി ഗുഡ് മിടുക്കികളാണ് കേട്ടാ നിങ്ങള്. സബ്ലിമേഷൻ, ആ വാക്കൊന്നും മറന്നിട്ടില്ലല്ലോ. നല്ല കുട്ടികളാ നിങ്ങൾ കേട്ടാ. അപ്പൊ സബ്ലിമേഷൻ, ആ സബ്ലിമേഷൻ നടക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഒരു ചൈന ഡിഷ് എന്ന് പറഞ്ഞാൽ അറിയില്ല എന്താണെന്ന്? വീട്ടില് പപ്പടം കാച്ചാനായിട്ട് ഉപയോഗിക്കും. എന്തുട്ടാ? അതെ. അയ്യോ, എന്തിനാണ് നിന്റെ അടുത്ത് കർപ്പൂരം ചേർക്കണത്? ശരിയാ. അപ്പോ അത് പാക്കറ്റിലാവും, പൊട്ടിച്ചിട്ടില്ലല്ലോ. പൊട്ടിച്ചാണെങ്കിൽ അടപ്പില് പാത്രത്തിലിട്ട് മൂടി വെക്കണണ്ട. അപ്പോ ഈ ചൈന ഡിഷിൽ വെച്ചിട്ട് പതുക്കെ ചൂടാക്കാൻ എന്താ സംഭവിക്കുക? അത് പെട്ടെന്ന് ആവിയേക്കും. അപ്പൊ വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ച് occurs to camphor? Do you get the smell? അതിന്റെ മണം കിട്ടുന്നുണ്ടോ? കർപ്പൂരം കത്തിക്കുമ്പോൾ ഒരു മണം ഉണ്ടാവാറില്ലേ? Doesn't the smell linger even after the camphor has disappeared completely? ഇപ്പൊ കർപ്പൂരം കത്തി കഴിഞ്ഞൂട്ടാ, എന്നാലും അതിന്റെ മണം അവിടെ ഉണ്ടാവും ഇല്ലേ? ചന്ദനത്തിരി കത്തിച്ച് കഴിഞ്ഞാലും കുറച്ചു നേരത്തേക്ക് മണം ഉണ്ടാവും ഇല്ലേ? Here also the particles of camphor are not visible. ഇവിടെയും കാംഫറിന്റെ പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ സാധ്യമല്ല. പറ്റുമോ? ഇല്ല. Now can't you infer that camphor has spread in air as extremely small particles? അപ്പൊ അതിന്റെ അർത്ഥം ഈ മണം നമുക്ക് കിട്ടണമെങ്കിൽ കാംഫറിന്റെ സ്മോൾ പാർട്ടിക്കിൾസ് ഗ്യാസിന്റെ രൂപത്തിൽ നമ്മുടെ ചുറ്റുമുണ്ട് എന്നാണ്, അല്ലേ? Isn't it same that happens when water take in a watch glass evaporates? ഇപ്പൊ നമ്മള് ഒരു വെള്ളം എടുക്കുക, കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് ഒരു തുള്ളി വെള്ളം ഒരു ചെറിയൊരു പാത്രത്തിൽ, ഒരു പിഞ്ഞാണ പോലെ പാത്രത്തിൽ അല്ലെങ്കിൽ വാച്ച് ഗ്ലാസ് എന്ന് പറയുന്നുണ്ട്, അതിൽ വെച്ചിട്ട്
കുറച്ച് നേരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ വെച്ച് നോക്കുമ്പോൾ പിറ്റേ ദിവസം കാണാം പിഞ്ഞാണം ഉണങ്ങിയിരിക്കുന്നത് കാണാം. വെള്ളം ഉണ്ടാവും അവിടെ. അപ്പൊ നമ്മൾ വെച്ച വെള്ളം ഇങ്ങോട്ട് പോയി, ഇവാപ്പറേറ്റ് ചെയ്തു. It may therefore be learned that all the substances like sugar, candy, potassium permanganate, water and camphor are made of minute particles. അതിന്റെ അർത്ഥം ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കൊണ്ടാണ്. Similarly, pure substance like gold, silver are also made of extremely small particles. ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സ്മോൾ പാർട്ടിക്കിൾസ് കൊണ്ടാണ്. Can pure substance be further decomposed? പ്യുവർ സബ്സ്റ്റാൻസിനെ വീണ്ടും നമുക്ക് മുറിക്കാൻ പറ്റുമോ? ദാ ഇവിടെ പറയുന്നു, fill 1 quarter of boiling tube with sugar and close it with cotton. Then heat the boiling tube strongly. What can be solved? It is observed. What can seen in the sides of boiling tube? കണ്ടാ, ദാ ഇവിടെ ആ ചിത്രം കാട്ടിയിട്ടുണ്ട്. കണ്ടാ, ചിത്രത്തില് അടിയിൽ പഞ്ചസാര വെച്ചിറക്കുക. പഞ്ചസാര അതൊരു ടെസ്റ്റ് ട്യൂബിൽ പഞ്ചസാര ഇട്ടിട്ട് മുകളിൽ പഞ്ഞിട്ട് ഇറക്കുക. കണ്ടാ, എന്നിട്ട് അതിന് ചൂടാക്കുക. ചൂടാക്കുമ്പോ കാണാം പഞ്ചസാരയില് ആകെ കരിയാവും. ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ പഞ്ചസാര സ്പൂണിൽ എടുക്കുക, എന്നിട്ട് മെഴുകുതിരിയുടെ മുകളിൽ കാട്ടിയാൽ മതി. കുറച്ച് കഴിഞ്ഞാൽ കാണാം പഞ്ചസാര എന്താവും? കരിയാവും. എന്താവും? ബ്രൗൺ കളറല്ല, കറുത്ത കളർ, കരി. എന്താ ഈ സാധനം? അതാണ് കാർബൺ. അപ്പൊ ബാക്കിയുള്ള വെളുത്ത നിറം നൽകാനായിട്ട് കാർബണും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പഞ്ചസാരയുടെ കഥ. പഞ്ചസാരയിൽ 3 സാധനങ്ങളുണ്ട്. ഏതൊക്കെയാ? അതില് ഹൈഡ്രജനും ഓക്സിജനും ഇവോപ്പറേറ്റ് ചെയ്ത് പോയി. ബാക്കി ആ പാത്രത്തിൽ എന്ത് മാത്രമുള്ളൂ? കാർബൺ. കാർബൺ ഇവോപ്പറേറ്റ് ചെയ്ത് പോവില്ല. കാർബൺ എപ്പോഴും കാർബൺ അവസാനിക്കുക കരിയുടെ രൂപത്തിലാണ്. നമ്മുടെ എല്ലാ വസ്തുക്കളിലും, ഭൂമിയിലുള്ള ഒരുവിധം എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്? കാർബൺ ഉണ്ട്. നമ്മുടെ ശരീരത്തിലും എന്തുണ്ട്? കാർബൺ ഉണ്ട്. എങ്ങനെ ഒരു വസ്തുവിൽ കാർബൺ ഉണ്ടോന്ന് അറിയുക? അതന്നെ, കത്തിച്ചാൽ മതി. കത്തിച്ചു കഴിഞ്ഞാൽ അവസാനം കരി കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താണ്? കാർബൺ ഉണ്ട്. അപ്പൊ നമ്മുടെ ഭാഗം ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് കത്തിച്ചു നോക്കിയാൽ മതി, അപ്പൊ അറിയാം കാർബൺ ഉണ്ടോന്ന്. കത്തിച്ചു നോക്കണ്ടാട്ടാ, മാഷ് വെറുതെ പറഞ്ഞ കാർബൺ ഉണ്ട് കേട്ടാ. അപ്പോ can pure substance be further decomposed? Fill 1 quarter of boiling tube with sugar and close. പറഞ്ഞു നമ്മൾ. അപ്പോ what are the substance obtained by heating sugar? ഷുഗറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? എന്തൊക്കെയാ? കാർബൺ കിട്ടുന്നത്. കാർബൺ. എന്നാൽ അവിടെ കാർബൺ മാത്രമല്ല ഉള്ളത്, അതിലെന്തൊക്കെ ഉണ്ട്? ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഈ പറയുന്ന സാധനങ്ങളൊക്കെ അതിലുണ്ട് കേട്ടാ. അപ്പോ അതിന്റെ അടിയിൽ പറയുന്നുണ്ട് അതിനെ കുറിച്ചിട്ട്. Now you know that carbon and water are components of sugar. അപ്പോ കാർബൺ എന്ന് പറയുന്ന സാധനം അവിടെ അവശേഷിച്ചു. പിന്നെ ആവിയായി പോയി എന്നല്ലേ പറഞ്ഞു നമ്മൾ. ഹൈഡ്രജനും ഓക്സിജനും സാധാരണ ആവിയായിട്ട് പോകുന്ന സാധനം എന്താ? നേരത്തെ പറഞ്ഞു, ഒരു പിഞ്ഞാണത്തിൽ കുറച്ച് വെള്ളം നമ്മൾ വെറുതെ തുറന്നു വെച്ചാൽ പറ്റി പിടിച്ചാൽ ആ വെള്ളം എന്ത് ചെയ്യും? ആവിയായി പോവും. ശരിയല്ലേ? അപ്പൊ അതേപോലെ ഇവിടെ കാർബണിന്റെ ഉള്ളില് എന്താ ആവിയായിട്ട് പോയി എന്ന് പറഞ്ഞാൽ, കാർബണിന്റെ ഒപ്പം, സോറി, പഞ്ചസാരയിൽ ആവിയായി പോയി എന്ന് പറഞ്ഞാൽ ആ കാർബണിന്റെ ഒപ്പം ഉണ്ടായിരുന്നത് എന്താ? അതാണ് ഹൈഡ്രജനും ഓക്സിജനും വെള്ളത്തിന്റെ രൂപത്തിലായിട്ട് അത് അങ്ങോട്ട് ആവിയായി പോയി. ചൂടാക്കിയപ്പോ കാർബണിനെ ഹൈഡ്രജനും ഓക്സിജനും ഉപേക്ഷിച്ചു. എന്നിട്ട് ഹൈഡ്രജനും ഓക്സിജനും മാത്രം അത് കാർബണിനെ ഒറ്റപ്പെടുത്തി. അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും മാത്രം ചേരുമ്പോ അത് ജലത്തിന്റെ രൂപത്തിലാ, വെള്ളത്തിന്റെ രൂപത്തിലാ. അതുകൊണ്ട് അത് ആവിയായി പോയി. മനസ്സിലായ? ഓക്കെ.
കാർബൺ ഒബ്റ്റൈൻഡ് ബൈ ഹീറ്റിംഗ് ഷുഗർ കനോട്ട് ബി ഫർദർ ഡിവൈഡഡ്. അപ്പൊ ഇനിയത്തെ പ്രശ്നം എന്താ? ഇനി കാർബണിന് വീണ്ടും കരിക്കാൻ പറ്റുമോ? പറ്റില്ല. ബട്ട് 1806 സർ ഹംഫ്രി ഡേവി ഒരാളുടെ പേരാട്ടാ, അതേ ഇവിടെ കണ്ടില്ലേ, ആളെ കണ്ടില്ലേ, ഡിസ്കവേർഡ് ദാറ്റ് when electricity is passed through water it is split into hydrogen and oxygen. അപ്പൊ നമ്മള് വെള്ളം ഉണ്ടാക്കിയുള്ളത് ഹൈഡ്രജനും ഓക്സിജനും കൊണ്ടാണെന്ന് പറയുന്നു. ഇത് തെളിയിച്ച ആളാണ് ആര്? ഹംഫ്രി ഡേവി. അദ്ദേഹം വെള്ളത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടു. വൈദ്യുതി കടത്തിവിട്ടപ്പോൾ വെള്ളം എന്തായി മാറി എന്നാ പറഞ്ഞത്? ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറി. നമുക്കത് ചെയ്യാൻ പറ്റൂട്ടാ പരീക്ഷണം. നമ്മൾ 6ാം ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. ചെയ്തിട്ടില്ല? രണ്ടാണി ഞാൻ കാണിച്ചു തരാം. ഇതാ നോക്കൂ, ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം എടുക്കാം, എന്നിട്ട് ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ കമത്തി വെക്കാം. എന്നിട്ട് ഈ ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളില് 2 ആണി ഇങ്ങനെ വെക്കുക. കണ്ട? എന്നിട്ട് ഇതൊരു ബാറ്ററിയുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബില് ഹൈഡ്രജനും ഒരെണ്ണത്തിൽ ഏതാ? ഓക്സിജനും നിറയും. ഓക്സിജനും ഹൈഡ്രജനും അത് തന്നെയാണോ എന്നറിയാൻ ഒരു ടെക്നിക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. എന്താ? തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് കത്തിച്ച് കാണിക്കുക. അത് പഠിച്ചിട്ടില്ലേ നിങ്ങള്? തീ കത്തുക എന്നല്ല പറയാ, വിത്ത് പോപ്പ് സൗണ്ട്. തീ കത്തണേന്റെ ഒപ്പം ഒരു ടേ എന്നുള്ള ശബ്ദം ഉണ്ടാവും. ഹൈഡ്രജൻ ആണെങ്കിൽ ടേ എന്നുള്ള ശബ്ദം, പൊട്ടണ ശബ്ദം. എന്നാൽ ഓക്സിജൻ ആണെങ്കിലോ ശബ്ദമൊന്നും ഉണ്ടാവില്ല, നന്നായിട്ട് കത്തും. കേൾക്കണ്ട? അതാണ് ഹൈഡ്രജനും ഓക്സിജനും തിരിച്ചറിയാനുള്ള ടെക്നിക്ക്. ഇത് 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. 7 പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ 7 7ാം ക്ലാസ്സിൽ പോയിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പോ അത് ശരി. ഓക്കെ. അപ്പൊ ഹെൻറി കാവൻഡിഷ്, ഇപ്പൊ ഹംഫ്രി ഡേവി ഇത് കണ്ടുപിടിച്ചു. ഇൻഫാക്ട് ഡേവീസ് ഫൈൻഡിങ് വാസ് മെയ്ഡ് പോസിബിൾ ബൈ discovery of Henry Cavendish that hydrogen burns into oxygen to give water sugar. Pure substance can be further divided into carbon, hydrogen and oxygen. Similarly, another pure substance, water, can be subdivided into hydrogen and oxygen. അപ്പോ ഹംഫ്രി ഡേവി ഇതിനെ വേർതിരിച്ചു. അത് കൂടാതെ മറ്റൊരാളാരാ? ഹെൻറി കാവൻഡിഷ്. അടിയിൽ കണ്ടില്ലേ പടം? അദ്ദേഹം എന്ത് ചെയ്തു? ഹൈഡ്രജൻ ബേൺസ് ഇൻ ടു ഓക്സിജൻ ടു ഗിവ് വാട്ടർ. അതായത് ഹൈഡ്രജനെ ഓക്സിജൻ ഉപയോഗിച്ച് കത്തിച്ചു. ആര്? ഹെൻറി കാവൻഡിഷ്. അങ്ങനെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ചേർന്ന് കത്തിയപ്പോ എന്താ ഉണ്ടായിന്നറിയോ? വെള്ളം. ഹൈഡ്രജനും ഓക്സിജനും വെള്ളം. ഹൈഡ്രജനും വെള്ളം എന്താ സാധനം? വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? ജലം, വാട്ടർ. മലയാളം പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? വെള്ളത്തിന് എങ്ങനെ എഴുതാൻ കണ്ടിട്ടില്ലേ? H2O. ഇതെന്താ സാധനം? ഹൈഡ്രജൻ, ഓക്സിജൻ. ഇത് രണ്ടും ചേർന്നതാണ് വാട്ടർ. ഇത് ഈ 2 എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജനും 1 ഓക്സിജൻ എന്ന് പറയുന്ന ഒരു കണക്കുണ്ട്. ആ കണക്കിലാണ് അത് ചേരേണ്ടത്. അങ്ങനെ ചേർന്നാലേ അതെന്താവുള്ളൂ? വെള്ളാവുള്ളൂ. അത് നമ്മളിനി വരുന്ന ക്ലാസ്സുകളിൽ അത് പറയും. നിങ്ങൾ H2O എന്നുള്ളത് നിങ്ങൾ ടിവിയിലൊക്കെ പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വെള്ളം ശുദ്ധീകരിക്കും. പഠിച്ചിട്ടുണ്ട്. അപ്പൊ H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹൈഡ്രജൻ ആറ്റത്തിന് 1 ഓക്സിജൻ ആറ്റം. അങ്ങനെ ഒരു കണക്കുണ്ട്. നമ്മള് വീട്ടില് പാചകം ചെയ്യുമ്പോഴേ മുളക് പൊടി ഇടുമ്പോൾ 2 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ എന്നൊക്കെ പറയില്ലേ? അതങ്ങനെ തന്നെ ഇടണം. അതങ്ങനെയല്ല തോന്നിയ പോലെ ഇട്ട് എന്താ സംഭവിക്കുക?
ആ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാമ്പാറാണെങ്കിലും ഉണ്ടായി വരുമ്പോ എന്തായിരിക്കും? അവിയലാവും കറക്റ്റ്. അപ്പൊ അത് അതിനൊരു അളവുണ്ട്, കണക്കുണ്ട്. അതേപോലെ തന്നെയാണ് ഇതും. കേൾക്കണ്ട? അപ്പോ ഹെൻറി കാവൻഡിഷ് ഇത് ചെയ്ത ആളാണ്. നിങ്ങൾ റോക്കറ്റ് ആകാശത്ത് കൂടെ പോണത് കണ്ടിട്ടുണ്ടോ? റോക്കറ്റ് പോണത് കണ്ടില്ലെങ്കിലും നമ്മൾ പറയും റോക്കറ്റ് ഇതേ പോയ അടയാളം എന്ന് പറഞ്ഞിട്ട്, അല്ലേ? ആകാശത്ത് നോക്കിയിട്ട് പറയും, ഇല്ലേ? എങ്ങനെയത്? പുകയല്ല അത് പുകയല്ല, അത് നീരാവി അഥവാ വാട്ടർ വേപ്പറാണ് ആ സാധനം. വാട്ടർ, ശുദ്ധമായ വെള്ളം. എന്താ സാധനം അത്? ശുദ്ധമായ തണ്ണി. മനസ്സിലായില്ലേ? നല്ല നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാവുന്ന വെള്ളമാണ് ആ റോക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോണത്. അതായത് റോക്കറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഹൈഡ്രജൻ. ആ ഹൈഡ്രജൻ അങ്ങോട്ട് തീ കൊടുക്കുക. മിക്സ് ആവുക, അത് തീ കൊടുക്കും. അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും കൂടിയിട്ട് അങ്ങോട്ട് പിന്നെ ഒരു പ്രവർത്തനം, അതിന്റെ ഭയങ്കര സ്പീഡായിരിക്കും. അപ്പൊ പിന്നെ നമ്മുടെ ഈ ബസ്സിലൊക്കെ പെട്രോൾ ഓടിക്കുന്നതിന് പകരേ ഗ്യാസ് വണ്ടി ഓടണത് കണ്ടിട്ടില്ലേ? ഗ്യാസ് നിറച്ച വണ്ടി. ഗ്യാസിന് പകരം ഹൈഡ്രജനാ വെച്ച് വെച്ചോ. അപ്പോ ബസ് പോകുമ്പോ പുകയൊന്നും ഉണ്ടാവില്ല. വണ്ടികൾ പോകുമ്പോ പിന്നെ എന്തുണ്ടാവുക? ശുദ്ധമായ വാട്ടർ. ഒരു ബക്കറ്റ് വേണമെങ്കിൽ അതിന്റെ പിന്നിൽ ഇങ്ങനെ കെട്ടിഞ്ഞാത്തിയിടാം. അപ്പൊ ഈ വെള്ളം ബക്കറ്റിൽ ഇങ്ങനെ നിറയും. അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ചോറ് വെക്കാം, കൂട്ടാൻ വെക്കാം, കുടിക്കാം. വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോണ വെള്ളേ ക്ഷാമം ഉണ്ടാവില്ല, വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല. പക്ഷെ നമ്മളത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അതിന് ചില പ്രശ്നങ്ങളുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ വരുംട്ടാ നമ്മുടെ നാട്ടില്. പ്രശ്നം വെച്ചാൽ ചിലപ്പോ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ പൊട്ടിത്തെറിക്കുന്ന പറയണത്. റോക്കറ്റ് ആവുമ്പോ കുഴപ്പമില്ലല്ലോ, അങ്ങോട്ട് വിടല്ലേ പുറത്ത് മുകളിലേക്ക്. അതില് വേറെ ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ, ഒറ്റയ്ക്കല്ലേ പോണത്. അപ്പൊ ഇനി പൊട്ടിത്തെറിച്ചാലും അയ്യോ അത് പോയി, നമ്മള് മറ്റേ തൃശ്ശൂർ പൂരമൊക്കെ നടത്തിയ പോലെ പറയാം നമുക്ക്. ഇതാവുമ്പോ ആൾക്കാര്, വണ്ടി നിറച്ച ആൾക്കാര് പോയിട്ട് ഇടയ്ക്ക് പൊട്ടിത്തെറിച്ച പുലിവാലായില്ലേ? അതാണ്. അപ്പോ H2O അങ്ങനെ ഇതിനെ ചേർത്ത ആളാണ് ആര്? കാവൻഡിഷ്. സിമിലർലി അനദർ പ്യുവർ സബ്സ്റ്റൻസ്. അപ്പൊ രണ്ടാൾക്കാരെ പേര് നമ്മളിവിടെ പഠിച്ചു. അനദർ പ്യുവർ സബ്സ്റ്റൻസ് വാട്ടർ ക്യാൻ ബി ഡിവൈഡ്. അത് ഒരു കാര്യം 1-4 ഞാൻ അവസാനിപ്പിക്കട്ടെ, ഇതാണ് പറഞ്ഞ അവസാനിപ്പിക്കുക. Another pure substance, water, can be divided into hydrogen and oxygen. At the same time, pure substance like carbon, hydrogen, oxygen, gold and silver cannot be further divided into its components by chemical reaction. ഇതേപോലെ നമുക്ക് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഗോൾഡ് ഇതിനെയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാനോ ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അതൊക്കെ അതെന്താ ഞാൻ പറഞ്ഞു. അത് ഇതില് ഇപ്പൊ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതെന്താ സാധനം? അതാണ് ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ്. കേൾക്കണ്ട? ഹൈഡ്രജനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ എലമെന്റ്സ് എന്ന് പറയുന്നത്. അതാണ് ഇനി അടുത്തത് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് പാടപ്പം ഞാൻ വർണ്ണിച്ചു കഴിഞ്ഞിട്ടോ. ഇനി പാഠം വായിക്കാനുള്ളൂ. ഇതൊന്ന് വായിക്കുമോ ഈ എടുത്ത ഭാഗം? 2 സയന്റിസ്റ്റുകളുടെ പേരുണ്ട്, ഹെൻറി കാവൻഡിഷും പിന്നെ ആരാ? ഹംഫ്രി ഡേവി. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഗുഡ് ബൈ കേട്ടോ.